Hello? എപ്പോഴും ഒരു മിനിറ്റ്. ഹലോ, കം ഹിയർ. ഇന്നൊരു ആഫ്റ്റർനൂൺ ഞങ്ങൾ ചുമ്മാ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നത് ഓൾഡ് മാസ്റ്റൺ വാൾഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഒരു ഒരു പ്രിറ്റി വില്ലേജ്. അപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയാണ് കെനറ്റ് ആൻഡ് ഏവൻ കനാൽ പോണത്. അപ്പോൾ ആ കനാൽ പോണത് കൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. കുറേ ബോട്ടുകളും അതിൻ്റെ അടുത്തുള്ളൊരു ടീ റൂമും. അപ്പോൾ ആ ടീ റൂമിലാണ് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ നോട്ടം വന്നിരിക്കുന്നത്. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ആഫ്റ്റർനൂൺ ടീ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, എപ്പോഴും കേട്ടിട്ടേ ഉള്ളൂ. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മളൊന്ന് പതുക്കെ ബാക്കിലോട്ടാവും. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യും. പക്ഷേ അത് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ടീ, ഇംഗ്ലീഷുകാർക്ക് ആ ഒരു ടീ റൂം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എപ്പോഴും ടീ റൂംസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ, അതായത് അതിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത സ്ഥലങ്ങൾ ഭയങ്കര രസമായിരിക്കും. കുഞ്ഞി കോട്ടേജസും പുറത്തിരുന്ന് കഴിക്കാനുള്ള ഒരു സ്ഥലവും അതിൻ്റെ കൂടെ തന്നെ ടീയും അതിൻ്റെ കൂടെ സ്കോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്താ പറയുക ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. നമുക്ക് ചുമ്മാ വന്ന് ഇരുന്ന് ബുക്കൊക്കെ വായിച്ചിരുന്ന് അങ്ങനെ ഭയങ്കര നോയ്സ് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഭയങ്കര പതുക്കെയായിരിക്കും സംസാരിക്കും. ഭയങ്കര കാം ആൻഡ് കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും എപ്പോഴും ടീ റൂമുകളുടെ. ടീ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ടീ റൂം അറ്റ്മോസ്ഫിയർ അനൂപിന് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞി കഫേസ് ആയാലും അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങളിങ്ങനെ തപ്പി ഇപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടതെന്ന് വെച്ചാൽ വിൻ്ററിൽ മുഴുവൻ ഇത് അടഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ സ്പ്രിങ് ആയപ്പോൾ ഇത് തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഞങ്ങൾ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ നല്ലൊരു സ്ഥലമാണ്. ഒരു എനിക്കൊന്നൊരു വീടോ അങ്ങനെ എന്തെങ്കിലും കൺവേർട്ട് ചെയ്തോ, ഒരു കുട്ടി ബിൽഡിങ് 2 നിലയിൽ. നമുക്ക് അതിൻ്റെ ഉള്ളിലിരിക്കാനുള്ള സൗകര്യമുണ്ട്, പുറത്തിരിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. പക്ഷേ ഉള്ളിൽ നല്ല കോസി ആയിട്ട് ഹീറ്ററൊക്കെ ഇട്ടിരിക്കണമെങ്കിൽ ഉള്ളിലിരിക്കാം. അങ്ങനെയും കുറേ പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുട്ടി ഫാമിലീസായിട്ട് ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്നവരുണ്ട്, വയസ്സായ കപ്പിൾസ് ഉണ്ട്. എല്ലാവരും വന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ഇരുന്ന് ഒരു ടീ കേക്കോ ഒരു കപ്പ് കേക്കോ ഒരു ബ്രൗണിയൊക്കെ വാങ്ങി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഭയങ്കര കാം ആൻഡ് എന്താ പറയുക അങ്ങനത്തെ നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഞങ്ങൾ എന്താ പറയുക ശരിക്കും എൻജോയ് ചെയ്ത് അവിടെ ആ ഒരു സ്പെൻഡ് ചെയ്ത ടൈം. ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പം സാമി ഇച്ചിരി ഇങ്ങനെ വിശന്നിട്ട് ഇച്ചിരി ഒന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്തു അവനെ ഒന്ന് ഫീഡ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് ഞാൻ കാറിൽ പോയിരുന്നു ഒന്ന് ഫീഡ് ചെയ്തു. ആ ഗ്യാപ്പിൽ ഇവിടെ 2 ആളും കൂടെ അപ്പന മസ്കറ്റ് ബ്രൗണിയും പിന്നെന്താണ് മാഷ്മല്ലോ ഇട്ട ഹോട്ട് ചോക്ലേറ്റും ഒക്കെ ഓർഡർ ചെയ്ത് അവരിരുന്ന് ഒരു ഭാഗത്തുനിന്ന് തട്ടാൻ തുടങ്ങി. ഹോട്ട് ചോക്ലേറ്റും മാഷ്മല്ലോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരത് അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചു. ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വേണ്ടി 2 പേരും ഓരോ കുഞ്ഞി കഷ്ണം വെച്ചിരുന്നു കേട്ടോ. ഞാനതൊക്കെ കഴിച്ച് തൃപ്തയായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഈ ആഫ്റ്റർനൂൺ ടീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പക്ഷെ അതെനിക്കൊന്ന് ബുക്ക് ചെയ്തിട്ടൊക്കെ വരണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ഞാൻ അനൂപിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു, നമുക്ക് ബുക്ക് ചെയ്ത് വന്നിട്ട് ഒരു ദിവസം ശരിക്കുള്ള ആഫ്റ്റർനൂൺ ടീ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്.
കനാലിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്കിൽ കൂടെ ചുമ്മാ ഞങ്ങൾ നടക്കാമെന്ന് വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പം നല്ല രസം, രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള വീടുകൾ. ചിലതൊക്കെ പുതിയതാണ്, ചിലതൊക്കെ പണ്ടത്തെ കോട്ടേജ് പോലത്തെ കുഞ്ഞു വീടുകൾ. പിന്നെ ഈ കനാലിലാണെങ്കിൽ അപ്പോൾ ഈ വീടുകളിലൊക്കെ ഫേസ് ചെയ്യുന്നത് ഒരു കനാലിലേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അവരുടെ പുറത്തിങ്ങനെ ചെയറൊക്കെ ഇട്ടിരുന്നിട്ട് നോക്കാൻ. പിന്നെ ഈ ഒരു കനാലിനകത്താണെങ്കിൽ നിറയെ ബോട്ടുകൾ. ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, ഇങ്ങനെ പീസ്ഫുള്ളി നടക്കാൻ പറ്റിയ സ്ഥലം. ബോട്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കനാലിൻ്റെ ഫുള്ള് നമ്മൾ നടക്കുന്ന വഴിയിൽ മുഴുവൻ ഇങ്ങനെ ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടേക്കുവാണ്. പക്ഷേ ഈ ബോട്ടിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോഴേ എനിക്ക് എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് ബോട്ട് പോലെ എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒക്കെ ഉള്ളിലാണ്, ആൾക്കാർ താമസിക്കുന്ന പോലത്തെ ഒരു ബോട്ടിൻ്റെ ഒരു ഫീലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവം എപ്പോഴാണ് ഓടുന്നത് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ കിട്ടിയില്ല. കിടക്കുന്നത് കുറേ ബോട്ട് സെയിലിനുണ്ട്, കുറേ ബോട്ട് റെൻറ്റിനുണ്ട്. എനിക്കറിയില്ല എപ്പോൾ വന്നാലേ ബോട്ടൊക്കെ ഇങ്ങനെ പോണത് കാണാൻ പറ്റുമെന്ന്. ഒരാളിങ്ങനെ കയാക്കിങ് പോലത്തെ വലിയൊരു ബോട്ട് പിടിച്ചുകൊണ്ട് നടക്കണൊക്കെ കണ്ടു. അപ്പം എപ്പോൾ വന്നാലാണ് ഇതിൽ കൂടെ ബോട്ട് പോണ കാണാമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഒക്കെ നിർത്തിയിട്ടേക്കാണ്. പിന്നെ അവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷനൊക്കെ ഉണ്ട്. ബോട്ടിന് വേണ്ടിയിട്ടുള്ള ഡീസൽ അടിക്കുന്ന സ്ഥലം, ബോട്ടിന് വേണ്ടിയിട്ടുള്ള കോള് കിട്ടുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ഉണ്ട്. കഫേയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ ഒരു കനാലും എല്ലാം, ഈ കനാലിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കഫേയും ഈ റെയിൽവേയുടെ ഒരു ഹിസ്റ്ററി ഇരിക്കുന്ന ഒരു കുട്ടി മ്യൂസിയം പോലത്തെ ഒരു സ്ഥലവും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കഫേ അല്ലെങ്കിൽ ഒരു ടീ റൂം എന്നതിനേക്കാൾ കുറച്ച് ചരിത്രവും കുറച്ച് എന്താ പറയുക ഒരുപാട് ഭംഗിയുമുള്ളൊരു സ്ഥലം കൂടിയാണിത്. അതാണ് ഈ ഒരു കഫേനെ സ്പെഷ്യലാക്കുന്നത്. ഫോട്ടോ എടുക്കുക എന്ന് വെച്ചിട്ട് പോസ് ചെയ്യണതാണ് ഈ കാണുന്നത് ഞങ്ങൾ. പക്ഷെ അവളെ കണ്ടില്ലേ, അവൾ എപ്പോഴും ഡാൻസ് കളിച്ച് നിൽക്കുന്നത്. അതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞ് ആഫ്റ്റർനൂൺ വിശേഷം. അത്രേ ഉള്ളൂ, ഞങ്ങൾ റിലാക്സ് ചെയ്തൊന്ന് നടന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവരും ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്.